നമസ്കാരം. സാധാരണ പെട്രോളിനേക്കാൾ ലിറ്ററിന് 20 രൂപയോളം കുറവിൽ പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായ E85 രാജ്യത്ത് അവതരിപ്പിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഡൽഹിയിലെ പുസാ റോഡിലുള്ള ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റിൽ വെച്ച് രാജ്യത്തെ ആദ്യ E85 കൊമേഴ്സ്യൽ പമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ ഇന്ധന സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടും വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക ചുവടുവയ്പ്പാണിതെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ആദ്യ ഫ്ലെക്സ് ഫ്യൂവൽ കാറുകളും ബൈക്കുകളും പുറത്തിറങ്ങിയതിന് തൊട്ടുപിന്നാലെയാണ് ഇന്ത്യൻ ഓയിലിന്റെ ഈ സുപ്രധാന നീക്കം. 80 മുതൽ 85% വരെ എഥനോളും 15 മുതൽ 20% വരെ പെട്രോളും അടങ്ങിയ ഉയർന്ന എഥനോൾ മിശ്രിതമാണ് E85. നിലവിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന E20 മിശ്രിതത്തെക്കാൾ എഥനോളിന്റെ അളവ് ഇതിൽ വളരെ കൂടുതലാണ്. സാധാരണ പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹരിതഗൃഹ വാതകങ്ങളുടെയും മറ്റ് മലിനീകരണ വസ്തുക്കളുടെയും പുറന്തള്ളിൽ 61% വരെ കുറയ്ക്കാൻ E85 ഇന്ധനത്തിന് സാധിക്കുമെന്ന് ഇന്ത്യൻ ഓയിൽ വ്യക്തമാക്കുന്നു. 2030-2031 രാജ്യത്തെ മൊത്തം ഇന്ധനത്തിൽ 26% എഥനോൾ മിശ്രിതമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണിത്. സാധാരണ പെട്രോളിനേക്കാൾ വലിയ വിലക്കുറവാണ് E85 ഇന്ധനത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ലിറ്ററിന് 82.12 രൂപയ്ക്കാണ് E85 ലഭ്യമായിരിക്കുന്നത്. നിലവിലെ E20 പെട്രോളിന്റെ വില 102.12 രൂപയാണെന്നിരിക്കെ ഉപഭോക്താക്കൾക്ക് ലിറ്ററിന് കൃത്യം 20 രൂപയുടെ ലാഭം ഇതുവഴി ലഭിക്കും. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതികവിദ്യയുള്ള എഞ്ചിനുകളുള്ള വാഹനങ്ങളിൽ മാത്രമേ E85 ഇന്ധനം ഉപയോഗിക്കാൻ സാധിക്കൂ. സാധാരണ വാഹനങ്ങളിൽ ഈ ഇന്ധനം ഉപയോഗിച്ചാൽ എഞ്ചിൻ തകരാറ് സംഭവിക്കാനും മൈലേജ് ഗണ്യമായി കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ സാധാരണക്കാർക്കും ഇതിന്റെ സാമ്പത്തിക ലാഭം പ്രയോജനപ്പെടുത്താനാകില്ല. നിലവിൽ വിപണിയിലുള്ള ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ഫ്ലെക്സ് ഫ്യൂവൽ, ഹീറോ HF ഡീലക്സ് ഫ്ലെക്സ് ഫ്യൂവൽ എന്നീ ബൈക്കുകളും മാരുതി സുസുക്കിയുടെ വാഗണർ ഫ്ലെക്സ് ഫ്യൂവൽ മോഡലും E85 ഇന്ധനം ഉപയോഗിക്കാൻ പര്യാപ്തമാണ്. മറ്റ് പ്രമുഖ വാഹന നിർമ്മാതാക്കളും വൈകാതെ തങ്ങളുടെ ഫ്ലെക്സ് ഫ്യൂവൽ മോഡലുകൾ വിപണിയിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഡൽഹി NCR മേഖലയിലെ 7 റീറ്റെയിൽ ഇന്ധന ഔട്ട്ലെറ്റുകൾ വഴിയാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ രാജ്യത്തെ 48 പൊതുമേഖലാ പെട്രോൾ പമ്പുകളിലാണ് E85 ലഭ്യമാക്കുക. ഡൽഹി, NCR, മുംബൈ, പൂനെ, നാഗ്പൂർ കോറിഡോറുകളിലായി ആദ്യഘട്ടത്തിൽ 100 E85 സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഈ വർഷം ഡിസംബറോടെ ഇതിന്റെ എണ്ണം 500 ആകും. 2027 ഡിസംബറോടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലുടനീളമായി 5000 ഔട്ട്ലെറ്റുകളായും ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. E85 ഇന്ധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഇതിനായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിനൊപ്പം വില സംബന്ധിച്ച വിവരങ്ങൾ വൈകാതെ തന്നെ വെളിപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഫ്ലെക്സ് ഫ്യൂവൽ കൂടുതൽ വ്യാപകമാക്കി പെട്രോളിയം ഇറക്കുമതി കുറയ്ക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. E85 ഇന്ധനത്തിൽ 85% വരെ എഥനോൾ ആയിരിക്കും. വൈദ്യുത വാഹനങ്ങളെക്കാൾ മലിനീകരണം കുറഞ്ഞ ഇന്ധനം എന്ന നിലയിലാകും ഇതിനെ കണക്കാക്കുക. രാജ്യത്ത് 50% ഇരുചക്ര 4 ചക്ര വാഹനങ്ങൾ ഫ്ലെക്സ് ഫ്യൂവലിലേക്ക് മാറിയാൽ എഥനോളിന്റെ ആവശ്യം 311.8 കോടി ലിറ്ററായി ഉയരും. ഇത് രാജ്യത്തെ കർഷകർക്ക് 12,403 കോടി രൂപയുടെ അധിക വരുമാനം ഉറപ്പാക്കും.